ശക്തിയായി പ്രയോഗിക്കുന്ന അവസരങ്ങൾ നമ്മൾ നിർവികാരരായി സാക്ഷി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങളിലും ജനാധിപത്യ മാർഗത്തിലൂടെ ഫാസിസം കടന്നു വന്നിട്ടുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയും ചരിത്രത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഞങ്ങൾ ജനങ്ങളോടൊപ്പം, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ ഹിറ്റ്ലർ അവസാനം ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായി. അതുപോലെയാണ് ഡൽഹിയിലെ അഭിനവ ഹിറ്റ്ലർ ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത്ഷായും ഒക്കെ. അതുകൊണ്ട് അവര് പാസാക്കുന്ന നിയമങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ജീവവായു അവസാനമായി അസ്തമിക്കാൻ ഇടവന്നേക്കാം. ശ്രീ എളമരം കരീം ഇവിടെ മത്സരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു ഓർമ്മയുണ്ട്. കഴിഞ്ഞ 74 വർഷമായി ഇന്ത്യയിൽ വന്ന ഗവൺമെന്റുകൾ പാസാക്കിയ ഒരുപാട് തൊഴിലാളി ക്ഷേമ നിയമങ്ങളുണ്ട്. ഇന്ത്യയിലെ തൊഴിലാളി ക്ഷേമ നിയമങ്ങളുടെ പിതാവായി വിശേഷിപ്പിക്കാവുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, തൊഴിലാളികളുടെ വ്യവസായ തർക്ക നിയമം, മിനിമം വേജസ് ആക്ട്, അതുപോലെ തന്നെ കോൺട്രാക്ട് അബോളിഷൻ ആക്ട്, എത്രയോ നിയമങ്ങൾ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജനാധിപത്യ ഭരണകൂടങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി അതിനെല്ലാം പിച്ചി ചീന്തി ഈ നിയമത്തിന്റെ പിന്നിലുള്ള വേദനകൾ എന്തായിരുന്നു എന്നറിയാത്ത മോഡിയും കൂട്ടരും തീരുമാനിച്ചു ഏതാണ്ട് 1.5 ഡസനോളം തൊഴിലാളി ക്ഷേമ നിയമങ്ങളെ എല്ലാം നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, അതിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവർ 4 കോഡുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്, ലേബർ കോഡുകൾ. അതിന്റെ അർത്ഥം തൊഴിലാളി ഇഷ്ടം പോലെ പിരിച്ചുവിടാം, തൊഴിലാളിയുടെ എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കാം, തൊഴിലാളിയെ ഏത് നിലയിലും ഉപദ്രവിക്കാം, അതിന് മാനേജ്മെന്റിന് അധികാരം കൊടുക്കുകയാണ്. ഈ 4 കോഡുകൾ നമ്മുടെ തൊഴിലാളി വർഗത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചിരുന്ന നിയമങ്ങളെ അപഹസിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി നിലനിൽക്കുന്നു. ആർക്കാണ് തിരുത്താൻ കഴിയുക? ഒരു ജീവിതകാലം മുഴുവൻ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ മുൻപിൽ തന്റെ എല്ലാ ഊർജവും തന്റെ എല്ലാ കഴിവുകളും തൊഴിലാളികളുടെ സമരങ്ങളുടെ മുൻപിൽ കാഴ്ചവെച്ച് തൊഴിലാളികളുടെ സമരപഥങ്ങളിൽ ഏറ്റവും വലിയ ഒരു ത്യാഗിയായി, ഒരു സമര നേതാവായി നിന്ന ഒരാളാണ് ശ്രീ കരീം എന്ന് നിങ്ങൾക്കറിയാം. എളമരം കരീം എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യയിലെ CITU പ്രസ്ഥാനത്തിന്റെ, അതുപോലെ തന്നെ ഏകോപിച്ച് നടക്കുന്ന എല്ലാ സമരങ്ങളുടെയും ഒരു നായകനെയാണ് നമുക്ക് ഓർമ്മ. ഡൽഹിയിലെ ജന്തർ മന്ദർ റോഡിലെ സമരവേദി എനിക്ക് വളരെ സുപരിചിതമാണ്. ഞാൻ ഒരുപാട് കാലം അവിടെ. പക്ഷേ നിങ്ങൾ ആ ജന്തർ മന്ദറിലൂടെ കടന്നു പോയാൽ പലപ്പോഴും പാർലമെന്റിൽ സംസാരിക്കുന്നത് പോലെ അവിടെ ശ്രീ കരീമിന്റെ സംസാരം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനിയും ഈ തൊഴിലാളി നിയമങ്ങൾ ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കാൻ നമുക്കൊരു തൊഴിലാളി നേതാവിനെ വേണം. ഇവിടെ 5 കൊല്ലമായി 10 കൊല്ലമായി എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്ന പല ആളുകളും വിവാഹത്തിനും അടിയന്തരത്തിനും പോയാൽ MP-യുടെ ജോലി തീർന്നു എന്ന് കരുതുന്നവരാണെന്ന് നമുക്കറിയാം. അവരുടെ കുതികാൽ വെട്ടലുകളും വാരലുകളും ഒക്കെ ഇനിയും നമുക്ക് കാണേണ്ടി വരും. പക്ഷേ നമ്മുടെ മുൻപിലൊരു ജീവത്തായ പ്രശ്നമുണ്ട്. അത് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അവരെ പൊരുതി നേടിയ അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടി ഈ ലേബർ കോഡുകൾ മാറ്റി നമ്മുടെ തൊഴിലാളി നിയമങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ പ്രാപ്തനായ ഒരു തൊഴിലാളി നേതാവിനെ ഈ മണ്ണിൽ നിന്ന് ജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ശ്രീ എളമരം കരീമിന്റെ പ്രസക്തി. ആ കരീം ഇവിടെ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഈ നിയോജക മണ്ഡലം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് റിയാസിന്റെ നിയോജക മണ്ഡലമാണ്. ഈ നാടിന്റെ മുഖച്ഛായ മാറ്റും എന്ന് പറയുമ്പോൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ ഊർജ്ജസ്വലനായ മന്ത്രി റിയാസ് ഇവിടെ സംസാരിക്കാനുണ്ട്. വീണ്ടും ദീർഘമായ ഒരു ലിസ്റ്റ് തന്നെ ഇവിടെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ശ്രീകൃതര്, ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരു മതേതര ഇന്ത്യ ഉണ്ടാക്കാൻ വേണ്ടി സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള വേദനകളുടെ കഥകൾ നമ്മൾ വിസ്മരിക്കരുത്. ഇന്ത്യ 2 കഷണമാക്കി താ, ഒരു കഷണം എനിക്കതാ എന്ന് പറഞ്ഞ മുഹമ്മദ് അലി ജിന്ന അവിടെ പറഞ്ഞു ബ്രിട്ടീഷുകാരോട്, നിങ്ങളൊന്നും വിഷമിക്കണ്ട, ഒരു കഷണം മുറിച്ചെങ്കിൽ തന്നാൽ മതി. മഹാത്മാഗാന്ധി ഇന്ത്യ മുറിക്കുന്നു, ഇന്ത്യ 2 ആക്കുന്നു, ഒരു കഷണവും കൊണ്ട് പോകാൻ ജിന്ന തയ്യാറായി നിൽക്കുന്നു എന്നറിഞ്ഞപ്പോ
ഓടി ഡൽഹിയിലെത്തി തൊഴുകൈകളോടുകൂടെ മൗണ്ട് ബാറ്റനോട് പറഞ്ഞു, നിങ്ങളെ അയച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം തരാനാണ്, നിങ്ങളെ അയച്ചിരിക്കുന്നത് ഇന്ത്യയെ വെട്ടിമുറിക്കാനല്ല. എൻ്റെ ശരീരം രണ്ടായി മുറിക്കുന്നത് പോലെയാണ് ഇന്ത്യയെ വെട്ടിമുറിക്കുന്നത്. മൗണ്ട് ബാറ്റൻ ഒന്ന് ചിരിച്ചു, കാരണം തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. തീരുമാനമെടുത്ത് അപ്പുറത്ത് പോയ കഷണത്തിന് ജിന്നെ ഒരു പേരിട്ടു, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ. അപ്പൊ ഇവിടെ ചില ആളുകൾക്ക് മനസ്സിലാകെ സന്തോഷമായി. അവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയാകാം എന്ന് ചിന്തിച്ച ചില ആളുകളുണ്ട്. അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ലേ, അതുകൊണ്ട് ഒരു ഹിന്ദുസ്ഥാൻ ഇവിടെ ഉണ്ടാകണം എന്നാഗ്രഹിച്ചവരുണ്ട്. ആരായിരുന്നു അവർ? ഇന്നും അവരാരാണ്? ഇന്നത്തെ മോഡിയുടെയും അമിത്ഷായുടെയും BJP. ആ BJPയുടെ മുൻഗാമിയായിരുന്ന ജനസംഘം, ആ ജനസംഘത്തിന്റെ മുൻഗാമിയായിരുന്ന ഹിന്ദു മഹാസഭ, ആ ഹിന്ദു മഹാസഭയോടൊപ്പം RSS, അവരെല്ലാവരും ആഗ്രഹിച്ചത് ഇന്ത്യയെ അപ്പുറത്തതുപോലെ ഇപ്പുറത്തും ഒരു മതരാഷ്ട്രമാക്കാം എന്നാണ്. ഞാൻ നിങ്ങളുടെ മുൻപിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പോകും. അവരേത് ജാതിയാണ്, ഏത് മതമാണ്, അവരുടെ ഉമ്മ-ബാപ്പമാർ ഏത് പ്രാർത്ഥനകളെല്ലാം പങ്കെടുക്കുന്നതെന്ന് അവർ നോക്കിയിട്ടില്ല. ഒന്നിച്ചവർ തോളത്ത് കൈയിട്ട് പോകും, ഒന്നിച്ച് ഒച്ചയ്ക്കിരുന്ന് ചോറുണ്ണും, ഒന്നിച്ച് തോളത്ത് കൈയിട്ട് അവർ തിരിച്ചു വരും. ആ കുഞ്ഞുങ്ങളുടെ മനസ്സുണ്ടല്ലോ, അത് മതേതരമാണ്. അതാണ് ഇന്ത്യയുടെ മഹത്വം. ആ മതേതര ഇന്ത്യ നാളെയും ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, മോഡി തോൽക്കണം. മോഡിയും മോഡിയുടെ ഭരണകൂടവും ഇന്ത്യയിൽ നിന്ന് അസ്തമിച്ചില്ലെങ്കിൽ ഇന്ത്യ വീണ്ടും ഒരു മതേതര രാഷ്ട്രമാവില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മാസങ്ങളോളം ചേർന്നു. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ചർച്ചകളൊക്കെ സമാപിച്ചപ്പോൾ ഇന്ന് മോഡിയും കൂട്ടരും പറയുന്നതൊക്കെ അവിടെ ചർച്ച ചെയ്തതാണ്. ചർച്ച ചെയ്തപ്പോ അന്ന് പണ്ഡിറ്റ്ജി പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ന്യൂനപക്ഷം ഇന്ത്യയിലുണ്ട്, അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യം ലോകത്തിലേതാണ്? പാകിസ്ഥാൻ അല്ല, ഇന്തോനേഷ്യ അല്ല, ഇന്ത്യയാണ്. 22.5 കോടി മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പൊ അവരെ അവഗണിച്ചുകൊണ്ട് ഇവിടെ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാം എന്നാണ് മോഡി കരുതുന്നതെങ്കിൽ മോഡിയോട് ഞങ്ങൾ പറയാം, ലോകം കണ്ട എല്ലാ മതങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ യഹൂദമതമുണ്ട്, സിഖ് മതമുണ്ട്, ജൈന മതമുണ്ട്, ക്രൈസ്തവ മതമുണ്ട്. എല്ലാ മതങ്ങളും, ലോകം കണ്ട എല്ലാ മതങ്ങളും അതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടെ ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് നാം ഇതിനെ മതേതര രാഷ്ട്രം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ മതങ്ങളെയും പരസ്പരം ബഹുമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. BJPക്കാർക്ക് ഇന്ന് തെറ്റുപറ്റിയിരിക്കുന്നത്, ഈ രാജ്യത്തെ സനാതന ധർമ്മം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മതരാഷ്ട്രം ഉണ്ടാകണം എന്നാണ് അവർ പറയുന്നത്. അവർക്ക് തെറ്റി. ഇന്ത്യയിലെ സനാതന ധർമ്മത്തിന്റെ പ്രവാചകനായ 30 വയസ്സുള്ള സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോയിൽ പോയി ലോകമത സമ്മേളനത്തിൽ സംബന്ധിച്ച് പ്രസംഗിച്ചു. എന്താണ് ഈ തലക്കെട്ടുകാരനായ ഈ യുവാവായ സ്വാമി പറയാൻ പോകുന്നത് എന്ന് ലോകത്തിലെ മതാധ്യക്ഷന്മാർ ചെവി കൂർപ്പിച്ചിരുന്നു. അന്ന് വിവേകാനന്ദൻ പറഞ്ഞത് മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്നാണ്. അതാണ് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം, അതാണ് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം. സഹോദരിമാരായി സഹോദരന്മാരായി ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കാണുന്നതാണ് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ധർമ്മം. വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ ലോകം ഒരു കുടുംബമാണ്, ലോകം ഒരു തറവാടാണ്. അങ്ങനെ ഒരു തറവാടായി ഇന്ത്യ നിൽക്കണ്ടേ സ്നേഹിതരെ? നമുക്ക് ശേഷമുണ്ടാകുന്ന ഇന്ത്യയിൽ, ഒരു മതേതര ഇന്ത്യയിൽ നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ കഴിയണ്ടേ? അത് കഴിയണമെന്നുണ്ടെങ്കിൽ മോഡിയുടെയും അമിത്ഷായുടെയും കാപാലികമായി ഭരണകൂടം തകരണം. 2002 ഗുജറാത്തിലുണ്ടായ വർഗീയ കലാപങ്ങളുടെ ചോരപ്പുഴ നീന്തി കടന്നാണ് ഡൽഹിയിൽ മോഡി എത്തിയത് എന്ന് നിങ്ങൾക്കറിയാം. എണ്ണി പറഞ്ഞാൽ അവസാനിക്കാത്ത ഒരുപാട് ഭീകരതയുടെ കഥകൾ ആ ഗുജറാത്ത് കലാപത്തിനിടയിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇന്നും ഓർക്കുന്നു. ശ്രീ എളമരം കരീമിനറിയാം. ഞങ്ങളൊക്കെ ഡൽഹിയിൽ പരസ്പരം കാണുന്നവരാണ്. രാജ്യസഭയിൽ കരീം പ്രതിനിധാനം ചെയ്തിരുന്ന ഇന്ത്യയുടെ രാജ്യസഭയിൽ ഇസാൻ ജാഫ്രി എന്ന് പറയുന്ന ഒരാൾ, ഒരു കോൺഗ്രസ്സുകാരൻ, ഗുജറാത്തിൽ നിന്ന് ഇസാൻ ജാഫ്രി എന്ന ഒരു MP ഉണ്ടായിരുന്നു. ഒരു സായാഹ്നത്തിൽ കുന്തങ്ങളും പന്തവും ഒക്കെയായി ഒരു ഹൗസിംഗ് കോളനിയിലേക്ക് ആക്രമിച്ചു കടന്ന ഭീകരരായ ഒരു കൂട്ടം ആളുകൾ ഈ ഇസാൻ ജാഫ്രി എന്ന
സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിന്റെ വീട് ആക്രമിച്ചു. അദ്ദേഹത്തിന് മോഡിയെ നന്നായിട്ട് അറിയാം. അദ്ദേഹം ഫോൺ എടുത്ത് നരേന്ദ്രമോദിയെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീട് ആക്രമിക്കുന്നു, അവരുടെ കയ്യിൽ വാളുണ്ട്, അവരുടെ കയ്യിൽ കുന്തമുണ്ട്, അവരെൻ്റെ കുടുംബാംഗങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മോഡി ഒന്ന് ചിരിച്ചു, ആ ഫോൺ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്തിനാണെന്നറിയാമോ? അവിടെ നടക്കുന്ന ആരവങ്ങളൊക്കെ കേട്ടാസ്വദിക്കാനാണ്. അദ്ദേഹം ഈ ഫോണിന്റെ മുൻപിൽ ഇരുന്നു, രണ്ട് കൈകളും മേശപ്പുറത്ത് വെച്ചിരുന്നു. എന്താണ് അദ്ദേഹം കേട്ടെന്നറിയാമോ? ഇസാൻ ജാഫ്രിയുടെ ഒരു കൈ വെട്ടി, ഇസാൻ ജാഫ്രിയുടെ കഴുത്ത് വെട്ടി, ഇസാൻ ജാഫ്രിയെയും കുടുംബാംഗങ്ങളെയും വെട്ടിക്കൊല്ലുന്ന മാരകമായ ആ സംഭവത്തിന്റെ വേദനയും രോദനങ്ങളും ഫോണിലൂടെ കേട്ടു ശ്രീ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന്റെ പവിത്രമായ ഇന്നലകളിൽ ഒരിക്കൽ പോലും നാം ആഗ്രഹിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു? ഇന്ത്യയും പാകിസ്ഥാനും വേറിട്ടപ്പോ ഉള്ളതെല്ലാം പിറക്കിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവർ വഴിമധ്യേ ഏറ്റുമുട്ടി, കുറെ ആളുകൾ മരിച്ചു, ചോര ഒഴുകി. അന്നു മുതൽ ഇന്ന് വരെ ഇന്ത്യയുടെ ദേശീയ നേതൃത്വം ആഗ്രഹിച്ചത് ഇനി ഒരു തുള്ളി ചോര പോലും മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ വീഴരുത് എന്നാണ്. മോഡി ഭരിച്ച ഗുജറാത്തിൽ, മോഡി ഭരിക്കുന്ന ഡൽഹിയിൽ വർഗീയ കലാപങ്ങൾ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നു. പശുവിന്റെ പേരിൽ, ഗോമാതാവിന്റെ പേരിൽ യു പിയിൽ മാത്രം മരിച്ചത് 2800 മനുഷ്യജീവനുകളാണ്. അപ്പൊ മനുഷ്യന്റെ ജീവൻ എന്താണ് വില? മനുഷ്യജീവന് വിലയില്ലാത്ത, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഒക്കെ കൊന്നൊടുക്കാനുള്ള മാനസികാവസ്ഥയുള്ള ഒരു പ്രധാനമന്ത്രി ഡൽഹിയിൽ ഭരിക്കുന്നു. 18ാമത് പൊതുതെരഞ്ഞെടുപ്പാണ്. 17 പൊതുതെരഞ്ഞെടുപ്പുകളിലും നമുക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. ജയിക്കട്ടെ തോക്കട്ടെ, നമ്മുടെ ശബ്ദം, നമ്മുടെ ഊർജം നമ്മൾ ഒരു ഇന്ത്യക്ക് വേണ്ടി, ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെക്കാനുള്ളതാണ് എന്ന വിശ്വാസമാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ആളുകൾ, ഇന്ന് ഭരിക്കുന്നവർക്ക് തുടരാനൊരു അവസരം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ 2 മാസം പുറകോട്ട് പോയാൽ മതി. അമിത്ഷാ എഴുന്നേറ്റ് ഒരു ദിവസം പെട്ടെന്ന് ഒരു നോട്ടീസ് ഇല്ലാത്ത, സാധാരണ പാർലമെന്റിൽ വരുന്ന നടപടിക്രമങ്ങൾക്കൊക്കെ മുൻകൂട്ടി നോട്ടീസ് വേണം, അത് അച്ചടിച്ച് അംഗങ്ങൾക്ക് വിതരണം ചെയ്യണം. അംഗങ്ങൾക്ക് വിതരണം ചെയ്ത അന്നത്തെ അജണ്ട കടലാസിൽ ഇല്ലാത്ത ഒരു പ്രമേയവുമായി ശ്രീ അമിത്ഷാ എഴുന്നേറ്റു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലേക്ക് മതത്തിന്റെ പേരിലുള്ള തീവ്രവാദം, അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള പെർസിക്യൂഷൻ, അങ്ങനെ കടന്നു വരുന്ന ആളുകളെ ഇന്ത്യൻ പൗരന്മാരായി സ്വീകരിക്കാനുള്ള CAA എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി നിയമം ആരും പ്രതീക്ഷിച്ചില്ല. അമിത്ഷാ അവ്യക്തമായി അത് വായിച്ചു, എല്ലാവരും കൈയടിച്ചു. കൈയടിക്കാൻ BJP-ക്കാർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഇന്ത്യയുടെ പൗരത്വ നിയമം നേപ്പാളിൽ നിന്ന്, അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആർക്കൊക്കെ ഇന്ത്യയിൽ പൗരാവകാശം കൊടുക്കണം, പൗരത്വം കൊടുക്കണം. അത് ഹിന്ദുക്കൾക്ക് കൊടുക്കാം, അത് യഹൂദന്മാർക്ക് കൊടുക്കാം, അത് സിഖുകാർക്ക് കൊടുക്കാം, അത് ജൈനമത മതക്കാർക്ക് കൊടുക്കാം, അത് ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാം. പക്ഷെ മുസ്ലിമിന് കൊടുത്തുകൂടാ. ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഒരു അശരണരായി, ആലംബഹീനരായി ഈ മണ്ണിലേക്ക് വരുന്ന മുസ്ലിങ്ങളെ അവർക്ക് ഇന്ത്യയുടെ പൗരത്വം കൊടുത്തുകൂടാ എന്ന് നിയമം ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയവർ, അവർ ഇന്ത്യയുടെ ആത്മാവിനെ അറിയുന്നവരല്ല, അവർ ഇന്ത്യയുടെ ഇന്നലകളെ അറിയുന്നവരല്ല. ഇന്ത്യയുടെ മതേതരത്വം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പാസാക്കിയപ്പോ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന രാജ്യമായി. ആ മതേതരത്വം നിലനിർത്തണം. അത് നിലനിർത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാളെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ മക്കൾ ഇതുപോലെ ഒരു സമൂഹത്തിൽ ജീവിക്കില്ല. മതത്തിന്റെ പേരിൽ ചോര ചിന്തുന്ന ഒരു സമൂഹം, മതത്തിന്റെ പേരിൽ ഏറ്റുമുട്ടുന്ന ഒരു സമൂഹം, അതിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മത സ്പർദ്ധയുള്ള ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ജയിക്കണം. നമുക്ക് ആ ബില്ല് വലിച്ചു കയറി ദൂരെ കളയണം. നമുക്ക് ആ ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ നിയമം, ആ സ്റ്റാറ്റ്യൂട്ട് നമുക്ക് എടുത്തു കളയണം. അത് എല്ലാവരും അതിന് തയ്യാറാണോ എന്നറിയില്ല. പക്ഷേ നമ്മളിവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ്. നിങ്ങൾ ഒന്നിച്ചിവിടെ ഇരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ കേൾക്കാനാണ്. അദ്ദേഹം നിങ്ങളോട് പറയും. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവരും വരണം മോഡിയെ തോപ്പിക്കാനെന്നാണ് നമ്മൾ പറയുന്നത്.
പറയുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിലും എല്ലാവരും വരട്ടെ മോഡിയെ തോൽപ്പിക്കാൻ എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അവരൊരു പ്രകടന പത്രിക ഇറക്കി. ആ പ്രകടന പത്രികയിൽ ഒരു വരി പോലും ഉണ്ടായില്ല പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് മാറ്റും, അത് എടുത്തുകളയും എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടായില്ല. ഇപ്പൊ അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഞങ്ങളത് ചെയ്തോളാം എന്നാണ്. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? ഈ കോൺഗ്രസിന്റെ ആളുകളെ എങ്ങനെ വിശ്വസിക്കും? KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ഒരിക്കൽ BJP നേതാവിന്റെ വീട്ടിൽ ഒരു പാതിരാത്രി സന്ദർശനം നടത്തി. ആരോ ഇത് കണ്ടുപിടിച്ച പത്രപ്രവർത്തകർ ചോദിച്ചു, അല്ല KPCC പ്രസിഡന്റ് എന്തിനാ BJP നേതാവിന്റെ വീട്ടിൽ പോയത്? അപ്പൊ KPCCയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആൾ ചോദിച്ചു, അതിലെന്താ തെറ്റ്? BJPയുടെ പ്രസിഡന്റിന്റെ വീട്ടിൽ ഞാൻ പാതിരാത്രിയിൽ പോയാൽ അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല എന്ന് നമുക്ക് മനസ്സിലായി. ആന്റണിയുടെ മകൻ പത്തനംതിട്ടയിൽ നിന്നപ്പോ കരുണാകരന്റെ മകള് സലാം പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ഇതിലൊന്നും ഒരു തെറ്റുമില്ല. അതുകൊണ്ട് പകല് കോൺഗ്രസും രാത്രിയിൽ BJPയുമായി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ അല്പം സൂക്ഷിച്ച് വേണേ ഈ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യാൻ. 4ാം പ്രാവശ്യമാണ് ഞാൻ മത്സരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മേന്മയല്ല. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു എന്നിവിടെ വന്ന് പറയാൻ ഇന്നലകളിൽ MP-മാരായിരുന്നവർക്ക് കഴിയണം. അത് കഴിയാത്തിടത്തോളം കാലം ഈ സർവീസിന്റെ പേരിൽ ആരെയും നമ്മൾ അങ്ങനെ ഒരു ഔദാര്യം ആർക്കും വിട്ടുകൊടുക്കരുത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഇതാണെങ്കിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഒരു വലിയ പരീക്ഷണത്തിന്റെ നടുവിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ മുഖ്യമന്ത്രി രണ്ടാമത് ഇടതുപക്ഷ മുന്നണിയുടെ നേതാവായി അധികാരം ഏറ്റെടുത്തപ്പോ എന്തുകൊണ്ടാണ് 2ാം ഊഴം ഇദ്ദേഹത്തിന് കിട്ടിയത് എന്ന് കോൺഗ്രസ്സുകാർ തല പുകഞ്ഞ് ആലോചിച്ചു. അവർക്ക് പിടുത്തം കിട്ടിയില്ല. കാരണം അതിനു മുമ്പ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പോയി ആരോ ജ്യോത്സ്യന്മാരെ കണ്ട് മുഹൂർത്തമൊക്കെ തീരുമാനിച്ച് സത്യപ്രതിജ്ഞയുടെ ഡേറ്റും ഒക്കെ തീരുമാനിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ 140-ൽ 99 പേരുമായി വീണ്ടും ശ്രീ പിണറായിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഇവരുടെ ജ്യോത്സ്യന്മാരുടെ ഒക്കെ കണക്ക് തെറ്റി. പക്ഷേ എന്തുകൊണ്ടാണ് തിരിച്ചു വന്നത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രളയം, കേരളം കണ്ട ഏറ്റവും വലിയ കോവിഡ് മഹാമാരികൾ, ഈ രണ്ടുമുണ്ടായ അവസരത്തില് നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഏറ്റവും വലിയ പരിഹാര പ്രവർത്തനങ്ങൾ നടത്തിയ സംസ്ഥാനമാണ്. നമ്മുടെ കൊച്ചു സംസ്ഥാനം നമ്മുടെ കാശുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കാത്തു നിൽക്കാതെ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികളിൽ നമ്മുടെ പണം കൊടുത്ത് വാക്സിൻ മേടിച്ച് കേരളത്തിലെ മുഴുവൻ ആളുകളെയും വാക്സിനേറ്റ് ചെയ്തു. അങ്ങനെ കേരളം ഈ രോഗപ്രതിരോധത്തിന് ഇന്ത്യയിൽ ഒന്നാമതായി. ഏഷ്യയിൽ ലോകത്തിലെ രാജ്യങ്ങളൊക്കെ കേരളത്തെ ഉദ്ധരിക്കാൻ തുടങ്ങി. വളരെ കുറച്ചാളുകൾ, ഒരാൾ മരിക്കുന്നത് പോലും ദുഃഖമാണ്, പക്ഷെ വളരെ കുറച്ചാളുകളെ മരിച്ചുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ശ്രീ നരേന്ദ്രമോദിയുടെ വാരണാസിയിലൂടെ ഒഴുകുന്ന ഗംഗയിൽ, ആ വാരണാസിയിലെ ഗംഗയിൽ കൂട്ടം കൂട്ടമായി ശവങ്ങൾ ഇങ്ങനെ ഒഴുകി നടന്നിരുന്നു. ഇത് ഞങ്ങൾ പറയുന്നതല്ല, ഇത് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന പത്രങ്ങൾ പറഞ്ഞു. ലഖ്നൌവിലും വാരണാസിയിലും ഗംഗയിലൂടെ ഒഴുകിപ്പോയ മൃതശരീരങ്ങളുടെ എണ്ണത്തിന് കണക്കുണ്ടായില്ല. യാതൊരു ശുശ്രൂഷയും ലഭിക്കാതെ, യാതൊരു മരുന്നും ലഭിക്കാതെ, യാതൊരു പരിരക്ഷയും ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങിയ 10,000 ഇന്ത്യയിലുണ്ടായപ്പോ ഈ സംസ്ഥാനം അതിൽ നിന്ന് വേറിട്ട് നിന്നു. വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കുറച്ചാളുകൾ മരിച്ചത് ഇവിടെയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കി. അങ്ങനെ നടപ്പാക്കിയത് കൊണ്ടാണ് രണ്ടാമത് ഈ ഗവൺമെന്റ് വന്നത്. ജനങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രളയം വന്ന് വീട് നഷ്ടപ്പെട്ട്, വീട്ടിലെ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് നിരാലംബരായി ഉടുതുണി മാത്രം അവശേഷിച്ച പാവപ്പെട്ട ആളുകൾക്ക് ഗവൺമെന്റ് ആഹാര സാധനങ്ങൾ പൊതിഞ്ഞ് കെട്ടി വീട്ടിൽ കൊടുത്തയച്ചു. കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം പോലും വിശക്കുന്നവന്റെ മുൻപിൽ ആഹാരത്തിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ ആഹാര സാധനങ്ങൾ പാചകം ചെയ്തും അല്ലാതെയും പാവപ്പെട്ട വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്ത ലോകം കണ്ട ഏറ്റവും വലിയൊരു മാതൃകയാണ് ആ പ്രളയത്തിന് ശേഷം കേരളത്തിലുണ്ടായത്. 2ാം ഊഴത്തിന്റെ കാര്യം എന്താണെന്ന് ഇനിയും കോൺഗ്രസിന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെങ്കിലും പോയി പ്രശ്നം വെച്ച് നോക്കണം. 2ാം ഊഴം കിട്ടിയപ്പോ
ശ്രീ പിണറായി വിജയൻ പറഞ്ഞു, പ്രതിപക്ഷത്തെ ഞാനൊന്ന് കാണട്ടെ. അദ്ദേഹം ഞങ്ങളോട് ഇടതുപക്ഷ മുന്നണി യോഗത്തിൽ വെച്ച് പറഞ്ഞു, ഞാൻ അവരെ ഒന്ന് കാണാൻ പോവുകയാണ്. ഞങ്ങൾ അന്നും അദ്ദേഹത്തോട് പറഞ്ഞു, ഇവരാരും നേരെയാകുന്നവരല്ല, എങ്കിലും ശ്രമിച്ചു നോക്കാം. പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു, പ്രതിപക്ഷ ഉപനേതാവിനെ വിളിച്ചു. അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ 21 MLA-മാരുമായി കാസർഗോഡ് നിന്ന് ഞാൻ തിരുവനന്തപുരം വരെ യാത്രയാവുകയാണ്, നിങ്ങളും കൂടെ വരണം. നമ്മുടെ പുതിയ കേരളം, നമ്മുടെ നവകേരളം അതെന്താണെന്ന് നമുക്ക് ജനങ്ങളോടൊന്ന് പറയണം. തൊഴിലില്ലായ്മ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് പറയണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണം, നമുക്ക് ഒന്നിച്ചു യാത്ര ചെയ്യാം. അപ്പോൾ പ്രതിപക്ഷ നേതാവും ഉപനേതാവും പറഞ്ഞു, ഈ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള യാത്ര നമുക്കത്ര ലാഭകരമല്ല. ഇത് അവർ നമ്മളെ കുപ്പിയിലാക്കാൻ നമ്മളെ വിളിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങളില്ല. അവർ വന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തു. ആ യാത്രയെ കരിങ്കല്ലുകൊണ്ടും കരിങ്കുടി കൊണ്ടും നേരിടാൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പാർട്ടികളും ശ്രമിച്ചപ്പോഴും പഞ്ചപുച്ഛമടക്കി ക്ഷമയുടെ പരകോടിയിൽ നിന്നുകൊണ്ട് ആ യാത്ര തിരുവനന്തപുരത്തെത്തി, പാറശാലയിലെത്തി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഇവിടെ അടക്കം 10,000-ങ്ങളാണ് മുഖ്യമന്ത്രിയെ കേൾക്കാൻ തടിച്ചു കൂടിയത്. പല വേദികളും കാണാൻ എനിക്ക് അവസരമുണ്ടായി. 5,000 മുതൽ 15,000 വരെ ആളുകൾ അണിചേർന്ന വലിയ യോഗങ്ങളാണ് മുഖ്യമന്ത്രിയെ കേൾക്കാൻ കാത്തുനിന്നത്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ വിഴിഞ്ഞത്തെ തുറമുഖം ഇതാ വരാൻ പോകുന്നു. ഇപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയിരുന്നു. ചൈനീസ് കപ്പലുകൾ വലിയ ക്രെയിനുകളുമായി വന്നിട്ടുണ്ട്. ആ ക്രെയിനുകൾ വെച്ചാലുടൻ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ലോകത്തിലെ ഏറ്റവും ആധുനിക തുറമുഖമായി മാറും. പണ്ട് കൊച്ചിയിൽ നിന്നൊക്കെ കപ്പലുകളിൽ എങ്ങനെയാണ് സാധനം കൊണ്ടുപോകുന്നതെന്നറിയുമോ? കൊച്ചു കപ്പലുകൾ തീരത്ത് വരും, സാധനം കയറ്റും, അത് പുറംകടലിൽ കൊണ്ടുപോയി വലിയ കപ്പലിലോട്ട് മാറ്റും. അതാണ് കൊച്ചിൻ തുറമുഖം. ഇവിടെ അന്തർദേശീയ സീ റൂട്ടിലൂടെ മദർഷിപ്പുകൾ എന്ന് പറയുന്ന വലിയ കപ്പലുകൾ അടുത്തടുത്ത് വിഴിഞ്ഞത്തോടടുത്ത് വരും. ആ വിഴിഞ്ഞത്ത് നിന്ന് ഈ സമീപത്തുള്ള ശ്രീലങ്കയെയും സിംഗപ്പൂരിനെയും അല്ലെങ്കിൽ അതുപോലുള്ള തുറമുഖങ്ങളെയെല്ലാം തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ തുറമുഖമായി നമ്മുടെ തുറമുഖം മാറുന്നു. മാത്രമല്ല, നമുക്കൊരു കോസ്റ്റൽ ഹൈവേ വേണം. ഇവിടെ ശ്രീ റിയാസ് ഇരിപ്പുണ്ട്. ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ കണ്ണു തുറന്ന് കാണുന്നവരാണ്. ഞാൻ കേരളത്തിലെ 10-12 ജില്ലകളിൽ പോയി. ഞാൻ റിയാസിനോട് നന്ദി പറയുന്നു. നല്ല ഒന്നാന്തരം റോഡിലൂടെ കേരളത്തിൽ യാത്ര ചെയ്യാൻ അവസരമുള്ള ഒരു സമയമാണിത്. അത് കോൺഗ്രസ്സുകാര് കണ്ണടച്ചിരുട്ടാക്കിയാലും ഈ സത്യം ജനങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു മലയോര ഹൈവേ വരുന്നു. 1300 കിലോമീറ്റർ 200 കിലോമീറ്റർ ദൈർഘ്യമാണ്. ഏതാണ്ട് 3500 കോടി രൂപ വേണം. ആ മലയോര ഹൈവേയുടെ പണി ആരംഭിച്ചു. നമ്മുടെ കോസ്റ്റൽ ഹൈവേയുടെ പണി ആരംഭിച്ചു. കൊച്ചിയിൽ നിന്ന് മംഗലാപുരം വരെയുള്ള ഒരു ഇടനാഴി, വ്യവസായ ഇടനാഴിയുടെ പ്രവർത്തനത്തിന് 3000 ഏക്കർ സ്ഥലം വേണം. 1000 ഏക്കർ സ്ഥലം നമ്മൾ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. അവിടെ ഹൈടെക് വ്യവസായങ്ങൾ വരും. അവിടെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. നമ്മുടെ മക്കൾ ഇനി പാസ്പോർട്ട് തേടി അലഞ്ഞിട്ട് കാര്യമില്ല, പോകാൻ ഇടമില്ല. ഒരു പാസ്പോർട്ട് കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം പോയി. അവിടെ നമുക്ക് നമ്മുടെ രാജ്യത്ത് തൊഴിലുണ്ടാകണം. മുഖ്യമന്ത്രി ശ്രീ രാജീവിനോട് പറഞ്ഞു, നമുക്ക് 1,00,000 ചെറുകിട വ്യവസായങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഞാൻ സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിക്കട്ടെ, കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് 1,40,40,000 ചെറുകിട വ്യവസായങ്ങൾ ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു. ഞാനിത് പറയുന്നത് ആധികാരികമായിട്ടാണ്. 40 വർഷത്തിനു മുമ്പ് ഞാൻ വ്യവസായ വകുപ്പിന്റെ ചുമതലക്കാരനായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ വിനയത്തോടു കൂടി പറയുന്നു, ചെറുകിട വ്യവസായങ്ങൾ ഈ രാജ്യത്ത് കൂടുതൽ ആളുകൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു നവകേരളം ഉണ്ടാക്കണം. ആ നവകേരളം ഉണ്ടാക്കാൻ ഗവൺമെന്റിനോട് സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറില്ല. അവരിന്നും മത്സരിക്കുകയാണ്. ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ മുൻപിൽ മത്സരമില്ല. അതുകൊണ്ട് വിനയത്തോടു കൂടി ഞാൻ പറയുന്നു, നമുക്ക് ശ്രീ കരീമിനെ കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും LDF-ന്റെ നേതാക്കന്മാരായ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവരെ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കാൻ ഈ തെരഞ്ഞെടുപ്പ് അവസരമാകണം എന്ന് വിനയത്തോടു കൂടി ഞാൻ അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ എളമരം കരീം ഈ വേദിയിലുണ്ട്.
ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി എത്തിച്ചേരാൻ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ശ്രീ കരീം നിങ്ങളോട് സംസാരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ഈ സമ്മേളനം ഒരു വൻപിച്ച് വിജയമാക്കിയ ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചടുലമാക്കിയ പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നാഷണലിസ്റ്റ് കോൺഗ്രസിന്റെ പേരിൽ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ എളമരം കരീമിനെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ആ ഗേറ്റിനടുത്ത് നിൽക്കുന്ന സഖാക്കൾ ഈ വലതുഭാഗത്തേക്ക് മാറി നിൽക്കണം. റോഡ് ബ്ലോക്ക് ആവുകയാണ്. മുഴുവൻ സഖാക്കൾ അവിടെ വളണ്ടിയർമാർ ആ കസേരയുടെ പിന്നിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും വലതുഭാഗത്തേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് എളമരം കരീം നിങ്ങളോട് സംസാരിക്കും. സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റികാരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ LDFൻ്റെ തരംഗമാണ്. കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം നിസ്സംശയമായും നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പാണ്. ആ വിജയത്തിൻ്റെ വിളംബരമാണ് ഈ കുണ്ടായിത്തോട് ഇന്ന് കാണുന്ന ഈ മഹാറാലി. ഏത് കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൻ്റെ ശക്തി വിളിച്ചോതുന്ന ഈ റാലിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും, പരിസരത്തുള്ള കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൻ്റെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് വന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ നാടിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ താല്പര്യത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്ന്, പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. മാത്രമല്ല, നിങ്ങൾ എന്നിലർപ്പിക്കുന്ന വിശ്വാസം ഒരു പ്രലോഭനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി നിങ്ങളെ ഞാൻ വഞ്ചിക്കുന്നതല്ല എന്നും ഉറപ്പ് നൽകുന്നു. കാരണം ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. അടുത്തതായി ഈ മഹാറാലി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനിയായ മുഖ്യമന്ത്രിയും CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് പിണറായി വിജയനെ ആദരവോടെ ഈ റാലി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാജ്യം ആദ്യഘട്ട വോട്ടെടുപ്പിൻ്റെ ദിവസമാണിന്ന്. നമ്മുടെ പോളിങ്ങിൻ്റെ അവസാന നാളുകളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളാകെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഈ അവസരം
ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ രാഷ്ട്രത്തിന് വലിയ തോതിലുള്ള ആപത്ത് സംഭവിക്കും എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നു. ആ കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹവും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന നിലയാണ് വന്നു ചേർന്നിട്ടുള്ളത്. അത്ര കണ്ട് നമ്മുടെ രാജ്യം സ്വീകരിക്കുന്ന നടപടികൾ പരിഷ്കൃത ലോകത്തിന് ചേരാത്ത തരത്തിലുള്ളതായി മാറി. എല്ലാ രാജ്യവും അല്ലെങ്കിൽ മിക്ക രാഷ്ട്രങ്ങളും പല ഘട്ടങ്ങളിലായി അഭയാർത്ഥി പ്രശ്നം നേരിടാറുണ്ട്. അഭയാർത്ഥികളെ ഒരു രാഷ്ട്രവും വിവേചനത്തോടെ കാണാറില്ല. മതാടിസ്ഥാനത്തിൽ അഭയാർത്ഥികളെ വേർതിരിക്കാറില്ല. പരിഷ്കൃത ലോകത്തിൻ്റെ സമീപനമാണത്. പക്ഷേ നമ്മൾ തീർത്തും വ്യത്യസ്തമായ നിലപാടാണ് എടുത്തത്. നമ്മുടെ തൊട്ടുകിടക്കുന്ന രാജ്യങ്ങളിലെ അഭയാർത്ഥികൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, അവിടുന്ന് വന്നവർ എത്രയോ കാലമായി ഇവിടെ കഴിയുകയാണ്. ഇപ്പോൾ BJP ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമ ഭേദഗതിയിൽ മതാടിസ്ഥാനത്തിൽ പൗരത്വം എന്നതാണ് പൊതുവായി സ്വീകരിച്ചിട്ടുള്ളത്. ഈ അഭയാർത്ഥികളിൽ 6 വിഭാഗത്തിന് മാത്രമേ പൗരത്വം നൽകൂ എന്നും നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അതിൽ ഒഴിവാക്കപ്പെട്ട മുസ്ലിം അടക്കമുള്ള വിഭാഗങ്ങൾ, ഇത് ലോകം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ നടപടിയെ അപലപിക്കാൻ അമേരിക്കയടക്കം തയ്യാറായി. അമേരിക്കയുടെ പേര് പ്രത്യേകമായി പറയുന്നത് അമേരിക്കയോടൊപ്പം ഇന്ത്യയെ ചേർത്ത് നിർത്താൻ നരേന്ദ്രമോദിയുടെ സർക്കാർ വലിയ വ്യഗ്രതയാണ് കാണിച്ചിരുന്നത്. നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റുന്ന നിലയാണ് മോദി സർക്കാർ സ്വീകരിച്ചത്. അമേരിക്കക്ക് അതിൽ പരം സന്തോഷമുണ്ടാകാനില്ല. പക്ഷെ അവർക്ക് ഈ നടപടി, ഈ പൗരത്വം മതാടിസ്ഥാനത്തിലാക്കിയ നടപടി അംഗീകരിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നടപടിയെ അവരടക്കം ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. നമ്മുടെ രാജ്യത്തുണ്ടായ സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം ഏതൊരാൾക്കും വ്യക്തമാകും. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് 10 വർഷമായി അധികാരത്തിലാണ്. 2014 രണ്ടാം UPA സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികളിൽ മനംമടുത്ത് കഴിയുന്ന ജനങ്ങളുടെ മുന്നിൽ
ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞ്, ഓർമ്മയില്ലേ, 15 ലക്ഷം രൂപ ഓരോ ആളുടെയും അക്കൗണ്ടിൽ, അതുവരെയായിരുന്നു വാഗ്ദാനം. അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞ് ജനങ്ങളെ വ്യാമോഹിപ്പിച്ച് മോദി ഗവൺമെൻറ് അധികാരത്തിലേറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ വാഗ്ദാനങ്ങളെക്കുറിച്ച് ആലോചിച്ചതേയില്ല. ചെയ്തതെല്ലാം പഴയതിനേക്കാൾ കടുത്ത ജനദ്രോഹ നടപടികൾ. പഴയതെന്ന് പറയുമ്പോൾ തൊട്ടു മുന്നിലുണ്ടായ 2ാം UPA സർക്കാർ, കോൺഗ്രസിൻ്റെ നയം, അത് ജനദ്രോഹ നയമായിരുന്നു. അത് കോൺഗ്രസിൻ്റെ നയമാണ്. BJP അധികാരത്തിൽ വന്നപ്പോൾ ആ നയം തിരുത്തുമെന്ന് ജനങ്ങളോട് പറഞ്ഞെങ്കിലും നയം തിരുത്താൻ തയ്യാറായില്ല. കൂടുതൽ കടുത്ത ജനദ്രോഹ നടപടികളിലേക്ക് നീങ്ങി. അത് BJPയുടെ നയം. അപ്പോൾ കോൺഗ്രസ് നടപ്പാക്കിയത് കോൺഗ്രസിൻ്റെ നയം, BJP നടപ്പാക്കിയത് BJPയുടെ നയം. പക്ഷേ ജനങ്ങൾക്ക് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കടുത്ത ദുരിതമാണ് സമ്മാനിച്ചത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിക്കാനാവാത്ത അവസ്ഥ. യഥാർത്ഥ വസ്തുതയും അതാണ്. ഇത് രണ്ടല്ല ഒന്നാണ് എന്നതാണ് നില. അതായത് സാമ്പത്തിക നയം കോൺഗ്രസിൻ്റേതും BJPയുടേതും വ്യത്യാസമില്ലാതെ ഒന്നാണ്, ഒരേ സാമ്പത്തിക നയമാണ്. ആ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുകയാണ്. സമ്പന്നരെ അതിസമ്പന്നരാക്കുന്നു, അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കാനുള്ള നീക്കങ്ങളുണ്ടാകുന്നു. അപ്പോൾ സമ്പന്നർക്ക്, അതിസമ്പന്നർക്ക്, കോർപ്പറേറ്റുകൾക്ക് എല്ലാം വേണ്ടിയുള്ളൊരു ഭരണം. അതേസമയം പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുനിലയെടുത്താൽ തന്നെ ഇത് കാണാൻ സാധിക്കും. ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ദാരിദ്ര്യം അടിസ്ഥാനപ്പെടുത്തിയൊരു പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിൽ നമ്മുടെ സ്ഥാനം 107ാം സ്ഥാനത്താണ്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ആ പട്ടികയിൽ 14 രാഷ്ട്രങ്ങളിലുണ്ട്. അത്ര പരിതാപകരമാണ് നമ്മുടെ നില. രാഷ്ട്രങ്ങളെ എടുത്താൽ ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ഈ നയത്തിൻ്റെ ഭാഗമാണ് നാം കാണേണ്ടത്. 107 എന്ന സ്ഥാനം നേരത്തെ 108 107 ആയതല്ല. നേരത്തെ 55,000 107ലേക്ക് വീണത്. അപ്പോൾ ഏത് രീതിയിൽ പാവപ്പെട്ടവരെ പാപ്പരീകരിക്കുന്ന ജനവിരുദ്ധ നിലപാടും നയവുമാണ് രാജ്യത്ത് നടപ്പാക്കുന്നത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇതാണ് BJPയുടെ പൊതുവായ നയം. അതേസമയം BJP എന്ന രാഷ്ട്രീയ പാർട്ടി RSSൻ്റെ നയം നടപ്പാക്കാൻ ബാധ്യപ്പെട്ട പാർട്ടിയാണ്. RSS നേതൃത്വം അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. RSS നമ്മുടെ രാജ്യത്ത് മറയില്ലാതെ അവരുടെ നയം
വ്യക്തമാക്കിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം എന്തെല്ലാം വിലമതിക്കുന്നുണ്ടോ ആ വിലമതിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും RSS എതിരാണ്. അതിനേക്കാളും ദൗർഭാഗ്യകരമായ വശം ഈ എല്ലാ കാര്യങ്ങൾക്കുമെതിരായ RSS നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്നാണ്. അപ്പോൾ രാജ്യം ഭരിക്കുന്നവരാണ് രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടത്. പക്ഷേ ആ മൂല്യങ്ങൾ സംരക്ഷിക്കാനല്ല, ആ മൂല്യങ്ങൾ തകർക്കാനാണ് RSS നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ RSSൻ്റെ നയത്തിനനുസൃതമായി രാജ്യത്തിൻ്റെ പ്രധാന മൂല്യങ്ങളെല്ലാം തകർക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കളമൊരുക്കുന്ന നടപടികളാണ് ആദ്യത്തെ 5 വർഷം 2014 മുതൽ 2019 വരെ മോദിയുടെ ഗവൺമെൻറ് ചെയ്തത്. 2019 ആയപ്പോൾ രണ്ടാമതൊരു ഊഴവും അവർക്ക് കിട്ടി. അപ്പോൾ തനി നിറം പുറത്തെടുത്തു. RSS അജണ്ട പ്രത്യക്ഷത്തിൽ നടപ്പാക്കൽ ആരംഭിച്ചു. നേരത്തെ തന്നെ RSS നയത്തിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് എടുത്തിരുന്നത്. പ്രത്യക്ഷ നടപടി അതിന് വേഗത കൂടി. അപ്പോൾ ആദ്യം മതനിരപേക്ഷതയുടെ കടക്കലാണ് കത്തിവെക്കേണ്ടത് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാണ് പൗരത്വ നിയമ ഭേദഗതി. ഇതാണ് നാം കാണേണ്ട വസ്തുത. ഇതിൽ നാം പരിശോധിക്കേണ്ട ചില കാര്യങ്ങൾ, പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ രാജ്യമാകെ ബാങ്ക് കഴിഞ്ഞാകാം ഈ പൗരത്വ നിയമ ഭേദഗതി രാജ്യമാകെ എതിർത്ത ഒന്നാണ്. കാരണം മതനിരപേക്ഷ മനസ്സുള്ളവർക്ക് ആർക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിഷേധം അതിനെതിരെ ഉയർന്നു വന്നു. നമ്മുടെ രാജ്യതലസ്ഥാനത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്.
ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരുപാട് ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ നാം കാണേണ്ട ഒരു പ്രത്യേകത, അതിൽ കോൺഗ്രസിൻ്റെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാർ സീതാറാം യെച്ചൂരി, ഡി രാജ, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനൊരു വലിയ നിരയാണ് ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. എന്താണ് കോൺഗ്രസിൻ്റെ ആരെയും ആ നിരയിൽ കാണാൻ പറ്റാതിരുന്നത്? ആ പരിപാടിയിൽ കോൺഗ്രസ് ഉണ്ടായില്ല എന്നർത്ഥം. ഇത് ആ സമയത്ത് മാത്രമല്ല, പിന്നീടും ഡൽഹിയിൽ പ്രക്ഷോഭം കൂടുതൽ രൂക്ഷമായി. അപ്പോൾ സംഘപരിവാർ ഈ പ്രക്ഷോഭകരെ ആക്രമിക്കാൻ രംഗത്ത് വന്നു. ആ ഘട്ടത്തിൽ ഇടതുപക്ഷ എംപിമാരും ഇടതുപക്ഷ നേതാക്കളും ഈ സംഘപരിവാർ ആക്രമണത്തിനിരയായ ഇരകളുടെ സംരക്ഷണത്തിനോടിയെത്തി. അവിടെയും കോൺഗ്രസിനെ കണ്ടില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്നത്? ഇതിൻ്റെ തന്നെ മറ്റൊരു ചിത്രം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു. കേരളത്തിലെ ഈ നിയമഭേദഗതി നടപ്പാക്കില്ല എന്ന് ആ ഭേദഗതി വന്ന ഉടനെ തന്നെ കേരളം പ്രഖ്യാപിച്ചു. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിരുന്നു അത്തരമൊരു പ്രഖ്യാപനം നടത്തിയ. അവിടെ നിർത്തിയില്ല. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള വലിയ പ്രതിഷേധ സംഗമം, തുടർന്ന് സർവകക്ഷി യോഗം, അതിനെ തുടർന്ന് പ്രത്യേക നിയമസഭാ യോഗം, അതിൽ ഈ പരിപാടിയെ വിമർശിച്ചുകൊണ്ട് നിയമഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഏകണ്ഠമായി അംഗീകരിക്കരുത്. ഇതെല്ലാം പ്രതിപക്ഷവും കൂടി പങ്കെടുത്ത്, പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം പങ്കെടുത്തുകൊണ്ടാണ് നടന്നത്. പക്ഷെ അതിനുശേഷം ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം അന്നത്തെ KPCC പ്രസിഡന്റ് പരസ്യമായി ഇതിനെല്ലാം തള്ളിപ്പറഞ്ഞു. കേന്ദ്രം ഒരു നിയമം പാസ്സാക്കിയാൽ ഇവിടെ നിയമസഭ പ്രമേയം പാസ്സാക്കി നടപ്പാക്കാതിരിക്കാൻ കഴിയുമോ? ചരിത്ര നിഷേധമുള്ളൊരു ചോദ്യമായിരുന്നു അത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഇനി ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല. എന്താ അങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം? ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസിനെ ഞങ്ങൾ വിമർശിക്കുന്നു എന്ന പരാതി ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ കോൺഗ്രസിനോടൊരു ചോദ്യം ഇവിടെയാണ്. അതാണ് രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്ന BJPയാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ എതിർക്കുന്നത്. പക്ഷേ ആ BJPയെ എന്തുകൊണ്ട് എതിർക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെ കണ്ടില്ല? അതാണ് കോൺഗ്രസിനുള്ള ഞങ്ങളുടെ ചോദ്യം. ഇവിടെ കേരളത്തിൽ യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കോൺഗ്രസ്സുകാർ KPCC പ്രസിഡന്റ് പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്ന് പ്രഖ്യാപിച്ചത് എന്ത് കാരണത്താലാണ്? ഞങ്ങൾ
അനുമാനിക്കുന്ന കാരണം ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് രാജ്യത്തെവിടെയും കോൺഗ്രസ് ഇതിനെതിരായ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ മാത്രം ഇങ്ങനെ പോകേണ്ടതില്ല. നിങ്ങളതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നു. അവർ പിൻവാങ്ങുന്നു. ഇതല്ലേ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അത് പറയണം. ഞങ്ങൾ ഈ വിമർശനം കുറച്ച് നാളായിട്ട് ഉന്നയിക്കുകയാണല്ലോ, അത് നിങ്ങൾ കേൾക്കാതിരിക്കുന്നില്ലല്ലോ. എന്തേ നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാൻ മടി? നിങ്ങളല്ല, കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. വസ്തുത അതാണെങ്കിൽ അത് പറയൂ. പോട്ടെ, ഇതൊക്കെ 4 വർഷം മുൻപുള്ള കാര്യമാണ്. പക്ഷെ അന്ന് തന്നെ നാം ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഓർക്കണം. കേരള സർക്കാർ ഈ നിയമ ഭേദഗതി ഭരണഘടന പ്രകാരമല്ല എന്ന് കണ്ട് അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തു. ഇപ്പോൾ ചട്ടഭേദഗതി വന്നപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തി ആ സൂട്ടിനെ ശക്തിപ്പെടുത്താൻ അഡ്വക്കേറ്റ് ജനറലിനെ മന്ത്രിസഭാ യോഗം പ്രത്യേകം ചുമതലപ്പെടുത്തി. നിങ്ങളിൽ പലരും ആ ഘട്ടത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ LDF സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തവരായിരിക്കും. എന്തിനാണ് ഈ പരിപാടികളെല്ലാം? നമ്മുടെ രാജ്യത്ത് കോടാനുകോടി ജനങ്ങളാണ് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഈ മണ്ണിൽ കുടുംബത്തിന് ജീവിക്കാൻ കഴിയുമോ, തുടർന്ന് ജീവിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെടുന്നത്. ആ ആശങ്കപ്പെടുന്ന കോടാനുകോടി ജനങ്ങളോട് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം എത്തിക്കലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നിങ്ങളെവിടെ എന്ത് നിലപാട് എടുത്തു കോൺഗ്രസ്, രാഹുൽ ഗാന്ധി? അതിനല്ലേ മറുപടി പറയേണ്ടത്? പോട്ടെ, 4 വർഷം മുൻപുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ചട്ടഭേദഗതി വന്നു, എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചു. കോൺഗ്രസിൻ്റെ പ്രതികരണം ആരെങ്കിലും കണ്ടോ? കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനോട് ഏകദേശം ഈ സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ചട്ടഭേദഗതിയെക്കുറിച്ച്? ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ മറുപടി രാത്രി ആലോചിച്ച് മറുപടി പറയാം. എന്തൊരു പരിഹാസ്യ നിലപാടാണെന്ന് നോക്കണം. എന്താണ് അങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം? രാഹുൽ ഗാന്ധിക്ക് പരാതി അദ്ദേഹത്തെ വിമർശിക്കുന്നു എന്നാണ്. രാഹുൽ ഗാന്ധി നിങ്ങളെ വിമർശിച്ചത് ഇവിടെയാണ്. അതൊന്നുകൂടി കേട്ടോളൂ. രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്ത് ആ ഘട്ടത്തിൽ ഒരു യാത്ര നടത്തുന്നുണ്ട്. ആ യാത്രയിൽ രാജ്യത്തുള്ളതും ലോകത്തുള്ളതുമായ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഖമാന്നൊരക്ഷരം അദ്ദേഹം ശബ്ദിക്കുന്നില്ല. എന്തേ അങ്ങനെ വരാൻ കാരണം? നിങ്ങൾ അവസാനം വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നാലെങ്കിലും പ്രതികരിക്കുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചു. പ്രതികരിച്ചോ? എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്? സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി BJP സർക്കാർ സ്വീകരിക്കുന്ന ഒരു നടപടിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ നിങ്ങൾക്കെന്തിന് അറച്ചു നിൽപ്പ്? അത് സംഘപരിവാർ മനസ്സുള്ളവർ മാത്രമല്ലേ അങ്ങനെ നിൽക്കേണ്ടത്? നിങ്ങൾ സംഘപരിവാർ മനസ്സിനോടൊപ്പം ഒട്ടി നിൽക്കുകയാണോ? ഇപ്പോൾ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്ന സമയമാണ്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രകടന പത്രിക പുറത്തിറക്കി.
രണ്ടിലും അർത്ഥശങ്കക്കിടയില്ലാതെ പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും കൃത്യമായി പറഞ്ഞു. കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. ഈ ഭാഗമുണ്ടോ? പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി ഒരക്ഷരം പറയുന്നില്ല. എന്താണിങ്ങനെ? ഞങ്ങളതിനെക്കുറിച്ച് വിമർശിച്ചു. പ്രതിപക്ഷ നേതാവ് അതിന് മറുപടി പറഞ്ഞു, ഇതിലെല്ലാം ഉണ്ട് എന്ന്. അതും ആ പ്രകടന പത്രിക വെച്ച് പറഞ്ഞ പേജും ഖണ്ഡികയെല്ലാം എടുത്ത് കാണിച്ചുകൊണ്ട് ഞങ്ങൾ വിശദീകരിച്ചു. അതോടെ ആ കള്ളി വിളിച്ചതായി. പിന്നീട് നമ്മുടെ KPCCയുടെ പ്രസിഡന്റിനെ ചുമതല വഹിക്കുന്ന UDF കൺവീനറോട് മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹമുള്ള കാര്യം നേരെ പറഞ്ഞു. ഞങ്ങൾക്ക് പറയാൻ മനസ്സില്ല, അതിനെന്ത് വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നിങ്ങൾക്കെന്ത് വേണം? അതാണ് ശരി, കൃത്യമായിട്ടത് പറഞ്ഞു. നിങ്ങൾക്ക് പറയാൻ മനസ്സില്ല. എന്തുകൊണ്ടാണ് മനസ്സില്ലാതായത്? നിങ്ങളുടെ മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ടോ? നിങ്ങൾ പൂർണ്ണമായി സംഘപരിവാർ മനസ്സിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞോ? അതൊക്കെ നിങ്ങൾ വ്യക്തമാക്കേണ്ട കാര്യമാണല്ലോ. രാജ്യത്തിൻ്റെ മുന്നിൽ ആശങ്കയിൽ കഴിയുന്ന കോടാനുകോടി ജനങ്ങളല്ലേ ഉള്ളത്. അവരുടെ മുന്നിൽ കാര്യങ്ങൾ വ്യക്തമാക്കണ്ടേ? ഇതാണ് രാജ്യത്തെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്നത് ഈ കാര്യത്തിൽ നാം കാണണം. ഇതിന് മാത്രമാണോ? RSS അജണ്ട നരേന്ദ്രമോദിയുടെ രണ്ടാം ഊഴത്തിൽ നടപ്പാക്കുന്നത് ഇത് മാത്രമല്ല. RSS തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, ഭരണഘടനയെ അംഗീകരിച്ച നാൾ മുതൽ പറയുന്നൊരു കാര്യം. അത് ജമ്മുകാശ്മീരിനുള്ള പ്രത്യേക പദവി ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യണം എന്നതാണ്. ആ അജണ്ട നടപ്പാക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് തീരുമാനിച്ചു. ഒരു ദിവസം പാർലമെൻറ്റിൽ ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു കടലാസ് എടുത്തൊരു വായനയാണ്. ഒന്ന്, ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ വകുപ്പ് 370 റദ്ദ് ചെയ്യുന്നു. 2, ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്നു. 3, ജമ്മുകാശ്മീരിനെ കഷണങ്ങളായി മുറിക്കുന്നു. എന്താണിത്? ഇതൊക്കെ എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾക്കൊരു നടപടിക്രമം ബാധകമല്ല, ഞങ്ങൾ തോന്നിയത് ചെയ്യും. ഇതാണ് സംഘപരിവാർ നിലപാട്. ആ നിലപാടാണ് BJP ഗവൺമെൻറ് നടപ്പാക്കിയത്. രാജ്യത്താകെ കടുത്ത പ്രതിഷേധം ഉയർന്നു വന്നു. അതിൻ്റെ കൂടെ കോൺഗ്രസിൻ്റെ ശബ്ദം ഉയർന്നോ? പാർലമെൻറ്റിനകത്തും പുറത്തും ഈ പ്രശ്നത്തിൽ ഉയരേണ്ട രൂപത്തിൽ കോൺഗ്രസിൻ്റെ ശബ്ദം ഉയർന്നോ? സാങ്കേതികമായി വിയോജിച്ചിട്ടുണ്ടാവും. അതല്ലാലോ, പ്രശ്നത്തിൻ്റെ ഗൗരവമനുസരിച്ച് അതിനെതിരെ പ്രതിഷേധിക്കണ്ടേ? ഉണ്ടായില്ലാലോ. എത്ര കോൺഗ്രസ്സുകാർ BJPയെ രഹസ്യമായി ചെന്ന് കണ്ട് അഭിനന്ദിച്ചു. ഒരാളെ കാര്യം പരസ്യമാണ്, അത് രഹസ്യമല്ല. രാജ്യസഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ്, അദ്ദേഹത്തിന് ആവേശം അടക്കാൻ പറ്റിയില്ല. ഓ, എന്തൊരു മഹത്തായ കാര്യമാണ് BJP ചെയ്തത്. ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞില്ലേ? സംസ്ഥാന പദവി എടുത്തു കളഞ്ഞില്ലേ? ഇതിൽ പരം മഹത്തായൊരു കാര്യമുണ്ടോ? അദ്ദേഹം ആവേശഭരിതനായി കോൺഗ്രസിൽ നിന്നിറങ്ങി BJPയിൽ ചേർന്നു. BJP അദ്ദേഹത്തിന് രാജ്യസഭാംഗത്വം വീണ്ടും കൊടുത്ത് രാജ്യസഭയിലേക്ക് അയച്ചു. ഇത്തരത്തിലുള്ള എത്ര സംഘപരിവാർ മനസ്സുകാർ കോൺഗ്രസിൻ്റെ നേതൃതലത്തിലുണ്ട്.
അതല്ലേ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ കഴിയാതിരുന്നത്? ഇവിടെ നമ്മൾ മറ്റൊന്നുകൂടി ആലോചിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഈ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയ പാർലമെൻറ്റ് അംഗങ്ങൾ, ലോക്സഭാ അംഗങ്ങൾ, അവസാനത്തെ കണക്കനുസരിച്ച് 18 UDFഉം 2 LDFുമാണ്. ആലപ്പുഴയിലും കോട്ടയത്തുമുള്ള ആരിഫും തോമസ് ചാഴിക്കാടനും LDFിൻ്റെ എംപിമാർ, ബാക്കി 18 പേരും UDFുകാർ. ഈ 18 അംഗ സംഘം ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിൻ്റെ പൊതുവികാരത്തോട്, കേരളത്തിൽ നിന്ന് അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അയച്ച വോട്ടർമാരുടെയും ജനങ്ങളുടെയും വികാരത്തിനനുസൃതമായി നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എത്രയെത്ര സംഭവങ്ങൾ, ഈ വോട്ട് ചെയ്തവർ വല്ലാതെ വേദനിച്ച ഘട്ടങ്ങൾ. ഇവരെയാണല്ലോ ഞങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചത് എന്നാലോചിച്ചു പോയ ഘട്ടങ്ങൾ ഉണ്ടായി. ഈ പറഞ്ഞ RSS അജണ്ട നടപ്പാക്കുന്നു. പൗരത്വ നിയമ ഭേദഗതി എവിടെയെങ്കിലും കണ്ടോ? 18 അംഗ സംഘത്തെ പാർലമെന്റിൽ ശബ്ദമുയർന്നോ? കേരളത്തിൻ്റെ ശബ്ദം അങ്ങനെ പ്രതിധ്വനിക്കില്ലേ പാർലമെന്റിൽ? ഈ 18 നിശബ്ദമായപ്പോൾ മങ്ങിപ്പോയില്ലേ? ഡൽഹിയിൽ കനത്ത പ്രക്ഷോഭം നടക്കുന്നു. അപ്പോൾ പലരും കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ വീട്ടിലെ വിരുന്നിൽ പങ്കെടുക്കുകയായിരുന്നു. അതല്ലേ വസ്തുത? എവിടെയും ഇവരെ കണ്ടില്ല. ജമ്മുകാശ്മീരിൻ്റെ പ്രശ്നം വന്നപ്പോഴും ഇതേ നില അവരെ കണ്ടില്ല. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്ന സംഘപരിവാർ ഇടപെടൽ, അതിനോട് നിസ്സംഗതയും സംഘപരിവാർ മനസ്സിനോട് ഒട്ടിച്ചേർന്നുകൊണ്ടുള്ള സമീപനവും ഈ 18 അംഗ സംഘത്തിൽ നിന്നുണ്ടായില്ലേ? ഇതിൻ്റെ തുടർച്ചയായി ചില നിയമനിർമ്മാണങ്ങൾ വന്നു. അതിലൊന്നായിരുന്നു NIA. നല്ല കടുത്ത നിയമമാണത്. അതിനെ കൂടുതൽ കടുപ്പിക്കാനുള്ള ഭേദഗതിയാണ് വന്നത്. എന്താ ലക്ഷ്യമെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. എതിർത്തോ കോൺഗ്രസ്? എതിർക്കാൻ ഒരു കോൺഗ്രസ്സുകാരനുണ്ടായില്ല. ലോക്സഭയിൽ ആകെ 6 പേരാണ് എതിർത്തത്. അതിലൊരാൾ ആലപ്പുഴയിലെ ആരിഫായിരുന്നു. എവിടെ പോയി നമ്മുടെ 18 അംഗ സംഘം? UAPA, രാജ്യത്തെ വലിയൊരു കരിനിയമം. ആ കരിനിയമം കൂടുതൽ കരിനിയമമാക്കാനുള്ള നടപടികളുമായിട്ട് പോകുന്നു. ആ നടപടികളെ കോൺഗ്രസ് എതിർത്തോ? ഭേദഗതി എതിർത്തോ? കോൺഗ്രസ് BJPയോടൊപ്പം നിന്നു. ഈ 18 അംഗ സംഘത്തിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ടോ? അവരെതിർക്കുന്ന കൂട്ടത്തിൽ കണ്ടോ? ഇതല്ലേ നമ്മുടെ അനുഭവം. രാജ്യത്ത് എത്രയെത്ര അനുഭവങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങൾ. മതനിരപേക്ഷതയുടെ ഭാഗമായി മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളണ്ടേ? അതുണ്ടായില്ലല്ലോ. ഈ കേരളത്തിൻ്റെ പ്രതിനിധികളായിട്ടാണല്ലോ ഇവരെല്ലാം തിരഞ്ഞെടുത്ത് പോയത്. ഇവർ കേരളത്തിൻ്റെ പ്രതിനിധികളായി കേരള താല്പര്യം ഏതെങ്കിലും ഘട്ടത്തിൽ ഉയർത്തിപ്പിടിച്ചോ? ഇപ്പോൾ നരേന്ദ്രമോദി ഇവിടെ വന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മുടെ കേരളത്തെ വലിയ തോതിൽ വികസിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളെ സഹായം ഞങ്ങൾ കണ്ടതാണല്ലോ. ഒരാപൽ ഘട്ടത്തിലാണല്ലോ സഹായിക്കേണ്ടവർ കൃത്യമായി സഹായിക്കേണ്ടത്. നിങ്ങൾ എന്തായിരുന്നു അപ്പം ചെയ്തത്? 2018 മഹാപ്രളയം, കേരളം തകർന്നടിഞ്ഞു പോകുന്നു.
കേരളത്തെക്കുറിച്ച് നമ്മെ അറിയാവുന്നവരെല്ലാം വല്ലാതെ വേദനിക്കുന്നു. നിങ്ങൾ സഹായിച്ചോ? സഹായം തരാമെന്ന് പറഞ്ഞവരുടെ സഹായം നിങ്ങൾ മുടക്കിയില്ലേ? അപ്പോഴല്ലേ യഥാർത്ഥത്തിൽ സഹായിക്കേണ്ടിയിരുന്നത്? ആ നിങ്ങളാണോ ഇനി സഹായിക്കാൻ തയ്യാറാകുന്നത്? കേരളത്തിന് അർഹതപ്പെട്ട എല്ലാ കാര്യവും നിഷേധിക്കുന്ന നിലപാടല്ലേ നിങ്ങളെടുത്തത്? കേരളത്തിൻ്റെ ആരോഗ്യരംഗം ആരും സമ്മതിക്കുന്നതല്ലേ? വലിയ തോതിൽ പ്രകീർത്തിക്കപ്പെടുന്ന രംഗമല്ലേ? ലോക അംഗീകാരം നേടിയ രംഗമല്ലേ? പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു എയിംസ് ഇല്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കേരളത്തിനില്ല. കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ ഉറപ്പ് നൽകിയതിൻ്റെ ഭാഗമായി സ്ഥലം നാം എടുത്തിട്ടിരിക്കുന്നു. എത്ര തവണ നരേന്ദ്രമോദി നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വന്നു, സംസാരിച്ചു, തന്നോ? അർഹതയില്ലേ കേരളത്തിന്? നമ്മുടെ നാടിൻ്റെ വികസനത്തോട് നിങ്ങൾ കാണിക്കുന്ന സമീപനമല്ലേ അത്? നിങ്ങളിപ്പോൾ അതിവേഗ റെയിലിനെ കുറിച്ച് പറയുന്നു. ഞങ്ങൾ ഈ നാട്ടിലെ റെയിൽ യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കാനുള്ള നിർദ്ദേശമാണല്ലോ വെച്ചത്. എല്ലാവർക്കും അറിയാലോ, ഇപ്പോഴുള്ള റെയിൽ ട്രാക്കിലൂടെ അതിവേഗതയിൽ ട്രെയിൻ ഓടിക്കാൻ കഴിയില്ല. ഇപ്പോൾ വന്ദേ ഭാരത് വന്നപ്പോൾ പൊതുവിൽ യാത്രക്കാർ സൗകര്യം വർദ്ധിക്കുകയാണോ ചെയ്തത്? വന്ദേ ഭാരത് ഓടുമ്പോഴുള്ള സൗകര്യം മാത്രമല്ലല്ലോ, മറ്റുള്ള ദുരിതം വർദ്ധിക്കുകയല്ലേ ചെയ്തത്. എന്തുകൊണ്ടാണത്? അതിനുള്ള ശേഷി നമ്മുടെ ട്രാക്കിനില്ല. ഇപ്പോൾ പുതിയ ട്രാക്ക് വേണം, അതിലൂടെ പുതിയ വണ്ടികൾ വേണം. അതായിരുന്നല്ലോ കേരളം സമർപ്പിച്ച നിർദ്ദേശം. റെയിൽവേ ആകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പാക്കാനാവൂ. നിങ്ങൾ അനുമതി തരില്ല എന്ന നിലപാടെടുത്തു. രാഷ്ട്രീയമായ കാരണമല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ കേരളത്തോടുള്ള വിവേചനം അല്ലാതെ വേറെന്തെങ്കിലും കാരണമുണ്ടോ? നിങ്ങളാണോ ഇപ്പോൾ അതിവേഗ റെയിലിനെ പറ്റി പറയുന്നത്? അതിവേഗ റെയിലാണ് നിങ്ങളുടെ നിർദ്ദേശമെങ്കിൽ ആ നിർദ്ദേശം നിങ്ങൾ കേരളത്തിൻ്റെ മുന്നിൽ വെക്കണ്ടേ? ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യാൻ തയ്യാറായോ? നിങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നൽകുന്ന, ആളുകളുടെ മുന്നിൽ വെക്കുന്ന, നടപ്പാക്കേണ്ടതില്ല എന്ന് നിങ്ങൾ തന്നെ നേരത്തെ 2 തെരഞ്ഞെടുപ്പിലും നടപ്പാക്കിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമല്ലേ? അതല്ലേ വസ്തുത? അങ്ങനെ ജനങ്ങളെ കേരളത്തിൽ പറ്റിക്കാനാവുമോ? ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങളുടെ ശബ്ദം നമ്മൾ കേട്ടോ? കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ സമീപനത്തെ അവരുടെ മുഖത്ത് നോക്കി വിമർശിക്കുന്ന ലോക്സഭാംഗങ്ങളെ ലോക്സഭയിൽ നമ്മൾ കണ്ടോ? എന്താ ഇവർക്ക് ശബ്ദിക്കാൻ മടി? എന്താണ് ഇവർക്ക് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ നിലപാടിനെ വിമർശിക്കാൻ ഉൾഭയം? നേരത്തെ സംഘപരിവാർ മനസ്സിനോട് ചേർന്ന് നിൽക്കല്. നിങ്ങൾക്കെങ്ങനെ BJPയുടെ കേരള വിരുദ്ധ മനോഭാവം വന്നു? ഇപ്പോൾ നമ്മുടെ നാടിനെ വല്ലാതെ പ്രയാസപ്പെടുത്തത്തക്ക രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കം, സാമ്പത്തികമായ ഉപരോധം, ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമം എല്ലാം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായി. നമ്മുടെ അവസാനം ഒരു വഴിയുമില്ല എന്ന് വന്നപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചു. അതിനു മുൻപ് നിരവധി തവണ പ്രധാനമന്ത്രി, ധനമന്ത്രി എല്ലാ വാതിലും പോയി മുട്ടി, കണ്ടു, സംസാരിച്ചു. ഒരു ഫലവും ഇല്ല. കേരളം പോലൊരു സംസ്ഥാനം സുപ്രീം കോടതിന് മുൻപാകെ നൽകിയ ഹർജിയിൽ പറയാണ്, 7 വർഷം
ഞങ്ങൾക്ക് ലഭിക്കേണ്ട 1,07,500 കോടിയിൽ പരം രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞത്. ആലോചിക്കണം. നമ്മുടെ സംസ്ഥാനത്തെ ഖജനാവിൽ വെച്ച് പൂട്ടിയിടാനല്ലോ ഈ 1,07,500 കോടിയിൽ പരം രൂപ. അത് നാട്ടിൽ ചെലവഴിക്കേണ്ടതല്ലേ? വിവിധ മേഖലകളിൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ചെലവഴിക്കേണ്ട തുകയല്ലേ? അതല്ലേ തടഞ്ഞത്? ആ തടഞ്ഞ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരുടെ ശബ്ദം കേട്ടോ? ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേട്ടോ? ബാക്കി 2 വിട്ടുകളാ. ഈ 5 വർഷം ഉണ്ടായോ? എന്തേ ഇവർക്ക് ശബ്ദിക്കാൻ മടി? ഇപ്പോ നരേന്ദ്രമോദി പറയാണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്ത് തിരിച്ചടി കേരളത്തിന് കിട്ടി. സുപ്രീം കോടതി തിരിച്ചടിയാ കിട്ടിയത്? സുപ്രീം കോടതി പറഞ്ഞു ഇതെന്താണ്, നിങ്ങൾ 2 ഗവൺമെന്റുകളല്ലേ, നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യറോ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നേരത്തെ ചർച്ചയ്ക്ക് തയ്യാറാണ്. കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറയാൻ വിഷമം. ഉച്ചയ്ക്ക് ശേഷം പിന്നെ ആലോചിച്ച് പറഞ്ഞു ഞങ്ങളും ചർച്ച ചെയ്യാൻ. ചർച്ചയ്ക്ക് പോയപ്പോൾ മുട്ടാപ്പോക്ക് നയം തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന്. നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിച്ചാൽ മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. എന്താണ് നിലപാട്? എല്ലാ കാര്യവും സുപ്രീം കോടതിയുടെ മുൻപാകെ പറഞ്ഞു. സുപ്രീം കോടതി എന്താ ചെയ്ത്? സുപ്രീം കോടതി ചോദിച്ചു കേന്ദ്ര ഗവൺമെന്റിനോട്, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? 13,000 കോടിയിലധികം രൂപ കേരളത്തിന് അർഹതപ്പെട്ട പണമല്ലേ? ആദ്യം നിങ്ങൾ അത് അനുവദിക്കൂ. അപ്പോൾ അനുവദിച്ചു. നാം കാണേണ്ടത് അത് നമുക്കൊരു ഔദാര്യമായി കിട്ടുന്നതല്ല, നമുക്ക് അർഹതപ്പെട്ട പണമാണ്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട 13,000 കോടിയിൽ പരം രൂപ അത് ലഭിക്കുന്നതിനാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നത്. ഇവരെ നിലപാട് എന്തായിരുന്നു അപ്പോഴൊക്കെ? ഈ പറയുന്ന 18 അംഗ സംഘം ഒരനുഭവം പങ്കുവെക്കാം. 2 തവണ എംപിമാരുടെ യോഗത്തിൽ സംസ്ഥാന സർക്കാർ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഒന്നിച്ച് സംയുക്തമായി ധനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കണം. സമ്മതിച്ചു. പക്ഷേ നിവേദനത്തിൽ ഉൾപ്പെടാൻ തയ്യാറല്ല. 2ാമത്തെ തവണ പറഞ്ഞു ഞങ്ങൾ ഒപ്പിടാം, പക്ഷേ ഒരു വാചകം എഴുതണം. എന്താ അത്? കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് എഴുതണം. എങ്ങനെയുണ്ട്? എന്താ നിവേദനം? കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുന്നു, കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നു. എന്നിട്ട് അതിൻ്റെ പിന്നാലെ എഴുതുക, ഇതൊന്നും നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളെ സംസ്ഥാനത്തൊരു ഗവൺമെൻറ് ഉണ്ട്, ആ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇത്രയധികം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചാരി നിന്ന ഒരു കൂട്ടരെ കാണാൻ പറ്റൂ? യഥാർത്ഥത്തിലുള്ള കേരള വിരുദ്ധ സമീപനമല്ലേ ഇത്? അതാണ് ഈ 18 അംഗ സംഘം. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ട കാര്യം, പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന് പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിരിക്കണം. കേരളത്തിന് തിരിച്ചടിയാണോ ഏറ്റത്? ആ ഹർജിയിൽ തുറന്ന് വാദം കേൾക്കുകയാണ് സുപ്രീം കോടതി. വാദം കേട്ട സുപ്രീം കോടതി അവസാനം പറയുന്നു, ഇവിടെ ഉന്നയിച്ചത് അതീവ ഗൗരവമായ പ്രശ്നങ്ങളാണ്. ഞങ്ങൾ, അതായത് സുപ്രീം കോടതി, ഇതേവരെ കടക്കാത്ത മേഖലയാണിത്. അതായത് സാമ്പത്തിക ഫെഡറലിസത്തും ലംഘിക്കുന്നു എന്നാണ് നമ്മുടെ പ്രധാന പരാതി. ആ ഭാഗത്തേക്ക് ഞങ്ങൾ ഇതേവരെ കടന്നിട്ടില്ല. സുപ്രീം കോടതി വ്യക്തത വരുത്താത്തൊരു ഭാഗമാണത്. അതുകൊണ്ട് തന്നെ ഈ ഗൗരവമായ വിഷയം വിശദമായി വാദം കേൾക്കേണ്ടതാണ്. അതിനായി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. എന്താ അതിൻ്റെ അർത്ഥം? കേരളം ഉന്നയിച്ച കാര്യങ്ങൾ അതീവ ഗൗരവമായി സുപ്രീം കോടതി എടുത്തു. തള്ളുകയല്ല, സ്വീകരിക്കുകയാണ് ചെയ്തത്. കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് ചെയ്തത്. ആ പരിശോധന ദേശീയ തലത്തിലടക്കം പ്രാധാന്യമുള്ള ഒന്നായി മാറാൻ പോവുകയാണ്.
അതല്ലേ കാണേണ്ടത്? ഈ കാര്യങ്ങളിൽ നാം കാണേണ്ടത് BJPക്ക് കേരളത്തോട് ഒരു കേരള വിരുദ്ധ സമീപനമുണ്ട്. അതിനിടയാക്കിയ പല കാര്യങ്ങളുണ്ട്. ഇവർക്കെന്താണ്? ഇവരിവിടുത്തെ പ്രതിനിധികളായിട്ടല്ലേ പോയത്? ഈ 18 അംഗ സംഘവും UDFും കോൺഗ്രസും എങ്ങനെ കേരള വിരുദ്ധ സമീപനത്തിലെത്തി? ഏതായാലും നമ്മുടെ നാട്, ജനങ്ങൾ അത് പൂർണ്ണമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവർ സ്വീകരിച്ചത് കേരള വിരുദ്ധ സമീപനമാണ്. ആ കേരള വിരുദ്ധ സമീപനത്തിനെതിരെയുള്ള ശക്തമായ വികാരം കേരളത്തിലാകെ ഉയർന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ പാർലമെൻ്ററി മണ്ഡലങ്ങളിലും LDFന് അനുകൂലമായ ശക്തമായ തരംഗം അലയടിച്ചുയരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവായ അനുഭവം. ഇവിടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളായ സഖാവ് എളമരം കരീമിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. സഖാവ് എളമരം കരീമിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഒരു കാരണവശാലും പരിചയപ്പെടുത്തേണ്ടതില്ല. എല്ലാവർക്കും ഒരു കുടുംബാംഗം പോലെ അദ്ദേഹത്തെ അറിയാവുന്നതാണ്. ആ രീതിയിൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. എല്ലാ കാര്യങ്ങളിലും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം അതീവ ഭംഗിയായി നിറവേറ്റിയ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. നല്ല രീതിയിൽ നിലപാടുകളിൽ വ്യക്തതയോടെയും ആശയവ്യക്തതയോടെയും അദ്ദേഹം ഇടപെടാറുണ്ട്. രാജ്യത്തുയർന്നു വരുന്ന പ്രശ്നങ്ങളായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളായാലും കോഴിക്കോട് മണ്ഡലത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളായാലും അവയിലെല്ലാം നല്ല തെളിമയോടെ, നല്ല വ്യക്തതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സഖാവ് എളമരം കരീമിന് കഴിയുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതാണ് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് വേണ്ടത് എന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുന്നൊരു ഘട്ടമാണിത്. ആ രീതിയിൽ ഉത്തമനായ ഒരു ജനപ്രതിനിധിയായി സഖാവ് എളമരം കരീം മാറും എന്ന് ജനങ്ങളാകെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ സഖാവ് എളമരം കരീമിനെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. ഇവിടെ സംസാരിക്കാൻ മുഹമ്മദ് റിയാസ് ഉണ്ട്, ശശീന്ദ്രൻ ബാബു വനംവകുപ്പ് മന്ത്രിയുണ്ട്, അതുപോലെ തന്നെ മുൻ മന്ത്രി അഹമ്മദ് ദേർകോവിൽ, മേയർ, ആരും തന്നെ സംസാരിക്കുന്നില്ല. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെല്ലാവരും ഉണ്ട്, ആരും തന്നെ സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ VKC നന്ദി പറയാൻ വേണ്ടിയിട്ട് L രമേശൻ, കൺവീനർ LDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സഖാവിനെ ക്ഷണിക്കുന്നു. ഈ പരിപാടി ഇവിടെ അവസാനിച്ചു.